LDF കൺവീനർ ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ പുത്തൻ ചർച്ചകൾക്കൊക്കെ തുടക്കമിട്ടിരിക്കുകയാണ്. CPM-ലെ മിക്ക നേതാക്കളും ഇ പിയെ തള്ളിപ്പറഞ്ഞ സ്ഥിതിയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് ഒരു രസകരമായ പോസ്റ്റ് പങ്കിട്ടിരിക്കുകയാണ്. ഈ പോസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നു. പോസ്റ്റ് ഇങ്ങനെയാണ്: എന്നാലും എൻ്റെ കഴുത്തിൽ കുരുങ്ങിക്കിടന്ന പഴയ ഉണ്ടയെടുത്ത് എൻ്റെ ആസനത്തിൽ പൊട്ടിക്കാൻ അനക്കെങ്ങനെ ധൈര്യം വന്ന് കൊലംകുത്തി? പഴയ വിജയനായിരുന്നെങ്കിൽ പ്രത്യേക ആക്ഷൻ എടുത്തേനെ. വൈകിട്ട് എൻ്റെ വീട്ടിൽ ഇന്നോവയും വന്നേനെ. ഇതിപ്പോൾ മൂട്ടിൽ തീ പിടിച്ച് അത് അണയ്ക്കാൻ പറ്റാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ വിജയനായിപ്പോയി. ഇതാണ് അഞ്ജു പാർവതി തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞതിനെതിരെ CPM-ലും ഇടതു മുന്നണിയിലുമൊക്കെ വൻ അതൃപ്തിയാണ് പുറത്തുവരുന്നത്. തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടയെങ്കിലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ ചർച്ചയാകുമെന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറിയിലും ചർച്ചയാകുന്നുണ്ട്. ഇടതു മുന്നണിയിലും ഇ പിയോടുള്ള അതൃപ്തി പുകയുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. കമ്പോള മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോഴാണ് ദല്ലാളന്മാർ പന പോലെ വളരുന്നതെന്നാണ് ദല്ലാൾ നന്ദകുമാർ ഇ പി ബന്ധത്തെ ബിനോയ് വിശ്വം വിശേഷിപ്പിച്ചത്. അതേസമയം ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തുറന്നു പറഞ്ഞത് പുകമറ ഒഴിവാക്കാനെന്ന് വ്യക്തമാക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ ഇ പി ജയരാജൻ. തന്നെ കരുവാക്കി ഗൂഢാലോചനക്കാർ ലക്ഷ്യം വെച്ചത് പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ശിവൻ പാപി പരാമർശങ്ങൾ സമൂഹം അംഗീകരിക്കേണ്ട പൊതുധർമ്മമാണെന്നും ഇ പി ചൂണ്ടിക്കാട്ടുന്നു. കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ചില മാധ്യമങ്ങൾ മറ്റൊരു വിഷയം കണ്ടെത്തിയേനെ എന്നാണ് ഇ പി പറയുന്നത്. എന്തുകൊണ്ട് ആരോപണം നിഷേധിക്കുന്നില്ല എന്ന വോട്ടെടുപ്പിന്റെ തലേദിവസം നടന്ന മാധ്യമ ചർച്ചകളിൽ ഉയർന്നു കേട്ടിരുന്നു. ഒരു വിഷയം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വിഷയം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നേനെ. ഇതിനു പിന്നിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് പ്ലാനിംഗ് ഉണ്ടായിരുന്നുവെന്നും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ജയരാജൻ പറയുകയാണ്. ഈ വിഷയത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ നടന്നത്. CPM-നെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കാനുള്ള ശ്രമമാണിത്. അതിലെ ഒരു ഭാഗമാണ് താൻ. ഒരേ വിഷയം ഒരേ സമയത്ത് ഒരേ പ്ലാനിൽ ചർച്ച നടത്തിയതിന് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നോട് പറഞ്ഞതെന്നും ഇ പി ജയരാജൻ പറഞ്ഞ ഒരു ഓഡിയോ സന്ദേശത്തിലുണ്ട്. കെ സുധാകരൻ BJP-യിൽ പോകാൻ ശ്രമിച്ചിരുന്നതാണെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് തലേദിവസം താൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് താൻ BJP-യിലേക്ക് പോകുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നത്. അതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. 2023 മാർച്ച് 5-നാണ് തിരുവനന്തപുരത്ത് വെച്ച് കൊച്ചുമകന്റെ ജന്മദിനാഘോഷം നടന്നത്. താൻ അവിടെയുണ്ടോ എന്ന കാര്യം മകനോടാണ് ചോദിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പ്രകാശ് ജാവദേക്കറും ദല്ലാൽ നന്ദകുമാറും വരുന്നത്. പോയ വഴിക്ക് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണെന്ന് ജാവദേക്കർ പറഞ്ഞത്. മറ്റൊരു പരിപാടിക്ക് പോവുകയാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ താൻ അവിടെ നിന്നും പുറപ്പെട്ടെന്നും നിന്നുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞതെന്നുമാണ് ജയരാജൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.